അതേപോലെ തന്നെ ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുവീൻ എന്നുള്ള കൽപ്പന അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. വിവാഹം കഴിക്കാതെ അവിവാഹിതരായിട്ട് ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ രക്ഷാധികാരികളുടെയും ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ കടമയാണ് അവിവാഹിതരായ ആളുകളുടെ എണ്ണം ലോകത്തിങ്ങനെ വർദ്ധിക്കാൻ വിടരുത്. വിവാഹം ചെയ്തു കൊടുക്കണം. അതിനു വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് വിവാഹം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരാൾ കല്യാണം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇസ്ലാമിൽ? അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ഒരു മനുഷ്യൻ അയാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ വ്യഭിചരിച്ചു പോകും, വ്യഭിചാരം അയാൾ ഭയപ്പെടുന്നു, അയാൾക്ക് വിവാഹം കഴിക്കുവാനുള്ള ശേഷി ഉണ്ട് താനും എങ്കിൽ അയാൾ വിവാഹം കഴിക്കൽ അയാൾക്ക് നിർബന്ധമാണ് എന്നാണ്. അയാൾക്ക് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരികമായ ശേഷിയുണ്ട്. വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്യും, വിചാരത്തിലേക്ക് പോയി പോകും എന്നും അയാൾക്ക് പേടിയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിവാഹം കഴിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അതേ അവസരത്തിൽ അയാൾ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഞാൻ നല്ല തഖ്വയോടെ തന്നെ ജീവിക്കും, എനിക്കങ്ങനെ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്നൊരാൾ പറയുകയാണെങ്കിലോ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകം ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നത് മുബാഹാണ്, അനുവദനീയമാണ്. അയാൾ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. അയാളുടെ മേലിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. അതേ അവസരത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നത് മഹാന്മാരായ പ്രവാചകന്മാരുടെ താവഴി അവരെല്ലാവരും ഏതാണ്ട് എല്ലാവരും വിവാഹം കഴിച്ചവരാണ്, വിവാഹ ജീവിതം നയിച്ചവരാണ്. മാത്രമല്ല പരിശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ യോജിച്ചതും സമൂഹത്തിൽ വിവാഹം എന്നുള്ള കാര്യം കൂടുതൽ നടക്കുക തന്നെയാണ് വേണ്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ ധാരാളം പ്രസവിക്കുന്ന, അങ്ങനെ പ്രസവശേഷിയും അതുപോലെ തന്നെ സ്നേഹവുമൊക്കെയുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് സമൂഹത്തിൽ വംശവർധനയുണ്ടാകണമല്ലോ ഈ ഉമ്മത്ത്. അതുപോലെ തന്നെ സമൂഹം ഇവിടെ നിലനിൽക്കുന്നത് സന്താനോൽപാദനത്തിലൂടെ തന്നെയാണല്ലോ. പരലോക കോടതിയിൽ മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ സംഖ്യാധിക്യം കൊണ്ട് ഞാൻ അഭിമാനപൂരിതനാകും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വിവാഹം കഴിക്കാതെ ഒരാൾ മാറി നിൽക്കുന്നുവെങ്കിൽ അയാളൊരു മഹാപാപം ചെയ്തിട്ടൊന്നുമില്ല, അയാളൊരു തെറ്റുകാരനും ആവില്ല. അയാൾക്ക് അതിൻ്റെ താല്പര്യമില്ല, ആവശ്യമില്ല എന്നാണോ ഒരാൾക്ക് തോന്നുന്നത്? അയാളെടുത്ത് കന്ന് അയാൾ വിവാഹം കഴിക്കാതെ ജീവിച്ചു എന്ന നിലക്ക് അയാൾ ഹറാമൊന്നും ചെയ്യാൻ പോകുന്നില്ല, അയാൾക്ക് നല്ല നിയന്ത്രണ ശേഷിയുണ്ട്. ഇനി അതല്ലെങ്കിൽ അയാൾക്ക് ലൈംഗികമായ താല്പര്യമില്ല, വിവാഹത്തിന് യാതൊരു ആഗ്രഹമില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കാതിരിക്കുന്നതിൽ ഒരു കുറ്റവും ഇല്ല. ലോകത്തൊരുപാട് വലിയ പണ്ഡിതന്മാർ വിവാഹം കഴിക്കാത്തവരും കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറേ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ വിവാഹം കഴിക്കാതെ തന്നെ ജീവിച്ചു മരിച്ചു പോയവരുമുണ്ട്. എന്നാൽ ആക്ഷേപാർഹമായൊരു കാര്യം, വിവാഹം കഴിക്കാത്തത് ഇബാദത്തുകൾക്കൊക്കെ തടസ്സാകും. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ നിന്ന് തൃപ്തിയും പ്രീതിയും പരലോകത്ത് ഉന്നതമായ പദവിയുമൊക്കെ കിട്ടണമെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ചില സൂഫികൾക്കുണ്ട്. ആ അഭിപ്രായ പ്രകാരം വിവാഹം കഴിക്കാതെ മാറി നിൽക്കുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനത്തെ ഒരു ബ്രഹ്മചര്യം ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ ആരാധനകളെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി 3 സഹാബിമാർ വന്നിട്ടുള്ള ചരിത്രം നമ്മളെല്ലാവരും പലവരും കേട്ടതാണ്. അതിൽ ഒരാൾ പറഞ്ഞതെന്താണ്? ഇനി ഞാൻ വിവാഹം കഴിക്കുകയില്ല എന്നതായിരുന്നു ഒരാളുടെ പ്രതിജ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞപ്പോൾ അവരെ വിളിച്ചു വരുത്തി ശാസിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല. നിങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളതും റബ്ബിനോട് ഏറ്റവും ഭയഭക്തിയിൽ ജീവിക്കുകയും ചെയ്യുന്നയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് അവിടുന്ന് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത സന്ദേശം. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കുറയും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവി കിട്ടണമെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ സൂഫികളായ ആളുകൾ അവരുടെ ചില കിതാബുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായി പൊരുത്തപ്പെടുന്നതല്ല. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സഹോദരങ്ങളെ, വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിടത്ത് അല്ലാഹു
പിന്നെ തുടർന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇയകൂനു ഫഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് ധന്യത നൽകിക്കൊള്ളും. വിവാഹം കഴിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിലൂടെ ഒരാളും ദരിദ്രരായി പോവുകയോ പൊളിഞ്ഞു പാപ്പറായി പോകുകയൊന്നുമില്ല. അങ്ങനെ പേടിച്ചിട്ട് വിവാഹം കഴിക്കാതിരിക്കരുത്. വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഒരു ബറക്കത്ത് നമുക്ക് നൽകും. ഇൻ യകൂനു അവരായിരുന്നാൽ ഫുഖറാഅ ദരിദ്രന്മാരായിരുന്നാൽ യുഗ്നിഹിമുല്ലാഹ് അല്ലാഹു അവർക്ക് ധന്യത നൽകും മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്താൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അടുത്ത നമ്മുടെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷമുള്ള വചനങ്ങളുടെ വ്യാഖ്യാനവും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാൻ, നേരിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സർവ്വ തൗഫീഖുകളും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.